ഒരു നുണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് തെളിയിക്കാൻ 1000 നുണ പറയേണ്ടി വരും. ഇത്തരത്തിൽ ഉള്ള ഒരു വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ നടത്തിയത്. രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ്, അതിന് മറുപടി പറയാനാണ് വാർത്താ സമ്മേളനം എന്ന് പോലും പറയാതെ, രാഹുൽ ഗാന്ധിയുടെ പേർ പോലും പറയാതെ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പലതിനും, ഭൂരിപക്ഷം ആരോപണങ്ങൾക്കും മറുപടി പറയാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രതിരോധത്തിൽ ആയത്. ഒരു അസാധാരണമായ വാർത്താ സമ്മേളനമാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയത്. സാധാരണ പൊതുതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാനോ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാനോ മാത്രമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാനായി ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധികൾക്കുള്ള മറുപടിയും ഇതിനോടൊപ്പം കമ്മീഷൻ പറഞ്ഞു വെച്ചു എന്ന് പറയാം. എന്തായാലും ഒരു സത്യം രാജ്യത്തോട് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വിളിച്ചു പറഞ്ഞു. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണം, കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ, അവിടുത്തെ ഒരു അസംബ്ലി മണ്ഡലത്തിലെ വോട്ടുകൾ പരിശോധിച്ചപ്പോൾ ആയിരക്കണക്കിന് വോട്ടർമാരുടെ മേൽവിലാസത്തിന് പകരം 00 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ വെളിപ്പെടുത്തി. കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നത്, അവർ അന്തി ഉറങ്ങുന്നത് പാലത്തിന് ചുവട്ടിലും തെരുവോരങ്ങളിലുമാണ്. അവർക്ക് മേൽവിലാസമില്ല. അപ്പോൾ മേൽവിലാസമില്ലാത്ത ആളുകൾക്കും വോട്ടവകാശമുണ്ട്. അപ്പോൾ അവർക്ക് മേൽവിലാസമില്ലാത്തത് കൊണ്ടാണ് 00 എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൽ അപാകതയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 കൊല്ലത്തിലേറെയായി നരേന്ദ്രമോദി ഭരിച്ചിട്ടും BJP ഭരിച്ചിട്ടും നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് തലചായ്ക്കാൻ ഇടമില്ല. അവർ അന്തി ഉറങ്ങുന്നത്, അവർ ജീവിക്കുന്നത് തെരുവോരങ്ങളിലും പാലത്തിനടിയിലുമാണ് എന്ന സത്യത്തിലേക്കാണ് ഇലക്ഷൻ കമ്മീഷൻ വിരൽ ചൂണ്ടിയത്. അതേസമയം വോട്ടർ പട്ടികയിൽ രക്ഷിതാവിൻ്റെ പേർ അല്ലെങ്കിൽ പിതാവിൻ്റെ പേർ എഴുതുന്നതിന് പകരം ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഉള്ള ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞില്ല. അപ്പോൾ എന്താണ്, വോട്ടർമാർക്ക് പിതൃത്വമില്ലെന്നാണോ, അവർ പിതൃശൂന്യരാണെന്നാണോ ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്? അതിന് മറുപടി അദ്ദേഹം നൽകിയില്ല, ഇലക്ഷൻ കമ്മീഷൻ നൽകിയില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലെ 3 അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഈ വിശദീകരണം യഥാർത്ഥത്തിൽ സത്യത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്. എന്തുകൊണ്ടാണ് വോട്ടർ പട്ടിക ഡിജിറ്റൽ റീഡിങ്ങിന് സഹായിക്കുന്ന തരത്തിൽ നൽകാത്തത്? എന്തുകൊണ്ടാണ് 45 ദിവസം കഴിയുമ്പോൾ വോട്ടർ പട്ടിക നശിപ്പിക്കുന്നത്, വോട്ടിംഗ് രേഖകൾ നശിപ്പിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞില്ല. കാരണം 45 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് പരാതി നൽകിയാൽ മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നിയമം. അപ്പോൾ 2023 BJP സർക്കാർ, മോദി സർക്കാർ കൊണ്ടുവന്ന ചില നിയമ പരിഷ്കാരങ്ങളുടെ വെളിച്ചത്തിലാണ് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു സ്ഥാപനമായി, ഒരു ഭരണഘടനാ സ്ഥാപനമായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച മറ്റൊരു ആരോപണത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്, ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക പരിശോധിക്കാൻ കഴിയാത്തതിന് കാരണം രഹസ്യ സ്വഭാവം സംരക്ഷിക്കാനാണെന്നാണ്.
അമ്മയും മകളും വോട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തുവിടുന്നത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച വോട്ടർമാരുടെ ചിത്രങ്ങൾ തന്നെ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അത് നിയമലംഘനമാണെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. എന്തുകൊണ്ടാണ് സമ്മതിദാനാവകാശം സ്ത്രീ രേഖപ്പെടുത്തിയാൽ, ഒരമ്മ രേഖപ്പെടുത്തിയാൽ, മകൾ രേഖപ്പെടുത്തിയാൽ അതിന് മാത്രം രഹസ്യ സ്വഭാവം വരുന്നത്? പുരുഷന്മാർ വോട്ട് ചെയ്യുന്നതിന് രഹസ്യ സ്വഭാവം ഇല്ലത്രേ. അപ്പോൾ ജെൻഡർ ഡിഫറൻസ് വോട്ടർമാർക്ക് ഉണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. എത്രയോ വർഷങ്ങളായി നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വോട്ടിംഗ് ദിവസം സ്ത്രീകൾ കൂട്ടമായി ബൂത്തുകളിൽ വരുന്നതും അവർ വോട്ട് രേഖപ്പെടുത്തുന്നതും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു നിയമപരിരക്ഷ, ഒരു രഹസ്യ സ്വഭാവം എപ്പോഴാണ് ഈ വോട്ടിങ്ങിനും കൈവന്നത്? എന്തായാലും 2023 ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാനുള്ള പുതിയ നിയമം മോദി സർക്കാർ നടപ്പിലാക്കിയതോടെയാണ് ഒരു തരത്തിലും കമ്മീഷന്റെ നടപടികളെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസുമാരെ ഇംപീച്ച് ചെയ്യുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾ ആലോചിക്കുകയാണ് ഇന്ത്യ മുന്നണി. കാരണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ അയോഗ്യരാക്കണമെങ്കിൽ പാർലമെന്റിന് മാത്രമേ കഴിയൂ. അപ്പോൾ അത്തരത്തിൽ ഒരു ഇംപീച്ച്മെന്റ് നടപടിയുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഗൗരവമായി ആലോചിക്കും.